ഗായ്സ്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും പല പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു ആക്ച്വൽ പ്രോബ്ലം? നമ്മൾ ആരെങ്കിലും അത് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഇപ്പോഴും നമ്മുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യാത്തത്? പല കാരണം. കൂടുതൽ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ കാണും. ഞാനിത് സ്റ്റാർട്ട് ചെയ്താൽ മറ്റൊരാൾ എന്ത് വിചാരിക്കും? ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്നഫ് മണി അല്ലെങ്കിൽ ഇന്നഫ് സ്കിൽ എൻ്റെ കയ്യിലുണ്ടോ? നിങ്ങൾ ഇനിഷ്യലി തിങ്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ വിഷൻ എന്താണ്, അത് ഇനിഷ്യലി സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വൈ ഐ ആം ഡൂയിങ് ഇറ്റ്, അതിനൊരു ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യുക ഇനിഷ്യലി. പിന്നെ നിങ്ങൾക്ക് എന്തൊരു സ്കില്ലും ഈ ലൈഫിൽ ലേൺ ചെയ്യണമെങ്കിലും അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമല്ല. ഈ ലോകത്ത് പല ആൾക്കാരും അത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ അത് സ്റ്റോപ്പ് ചെയ്യുന്നത് പല പല നെഗറ്റീവ് കാരണങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു സ്കില്ല് ഈസി ആയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും. ആ സ്കില്ല് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത്, നിങ്ങളുടെ പർപ്പസിനനുസരിച്ചും വിഷനനുസരിച്ചും നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് വേറെ ഏതൊരു സ്കില്ല് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ലേൺ ചെയ്തിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇനിഷ്യലി നിങ്ങളുടെ മൈൻഡിന് കൂടുതൽ നിങ്ങൾ ടൈം കൊടുക്കുക. നിങ്ങൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പലതും തിങ്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് തോട്ട് തിങ്ക് ചെയ്ത് ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇത് എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ പേഴ്സണൽ ജേർണിയിൽ. അപ്പോൾ നിങ്ങൾ കൂടുതലും പേഴ്സണലി പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോഗ്രാം ചെയ്യുക. അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പലതരത്തിലുള്ള ക്ലാരിറ്റി കിട്ടും. വേറെ പല സ്കിൽസും ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് കിട്ടുമെന്നല്ല നോക്കേണ്ടത് ഈ ജേർണിയിൽ, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ എം ബിക്കമിങ്, ആ ഒരു സംഭവമായിരിക്കണം നമ്മുടെ മൈൻഡിൽ നോക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഈസിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യേണ്ട ആ ഒരു ഇനിഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കും.